കൊച്ചിയിൽ ദിശാസൂചിയിലെ ലോഹപാളി അടർന്നു വീണ് സ്കൂട്ടർ യാത്രികന്റെ കൈ അറ്റുതൂങ്ങി. നമസ്കാരം, കേരള ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് അപകടങ്ങൾ തുടർക്കഥയാവുന്നു. ദേശീയപാത ഇടിഞ്ഞതിനു പിന്നിൽ മണ്ണിന്റെ ബലക്കുറവാണെന്ന് കണ്ടെത്തി. ആലപ്പുഴയിൽ തോട്ടിൽ വീണ് സൈക്കിൾ യാത്രക്കാരൻ മരിച്ചു. കുമരകത്തെ ടേക്ക് എ ബ്രേക്ക് കേന്ദ്രവും 1 മാസമായി അടഞ്ഞുകിടക്കുകയാണ്. അതേസമയം തെരഞ്ഞെടുപ്പ് രംഗം ചൂടുപിടിക്കുകയാണ്. കരുവന്നൂർ ബാങ്കിനു മുന്നിൽ LDF ബൂത്ത് സ്ഥാപിച്ചു. പാലക്കാടും തൃശൂരിലും കള്ളവോട്ട് ആരോപണം ഉയർന്നു. മാറഞ്ചേരിയിൽ SDPI സ്ഥാനാർത്ഥി ബൂത്ത് മാറി വോട്ട് ചെയ്തെന്ന് UDF. BJP പ്രചാരണത്തിന് തപാൽ ജീവനക്കാരെ ഉപയോഗിച്ചെന്നും പാലക്കാട് പൂജിച്ച താമര വിതരണം ചെയ്തെന്നും പരാതി ഉയർന്നു. ഇതിനിടെ ഇഡിക്ക് ദുരുദ്ദേശമെന്ന് കിഫ്ബി വ്യക്തമാക്കി. സിൽവർ ലൈൻ വിജ്ഞാപനം പിൻവലിക്കാത്തതിനാൽ ജനങ്ങൾ 4 വർഷമായി ദുരിതത്തിലാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ A. പത്മകുമാറിന്റെ ജാമ്യാപേക്ഷ കോടതി തള്ളി. വയനാട്ടിൽ ഉരുൾപൊട്ടലിൽ ചിതറിപ്പോയവർ വോട്ട് ചെയ്യാൻ ഒത്തുകൂടിയത് ഒരു നൊമ്പര കാഴ്ചയായി. ഈ വാർത്തകളിൽ നിങ്ങൾക്കെന്ത് തോന്നുന്നു? കമന്റ് ചെയ്യൂ. ശുഭദിനം.